ഹലോ ഗായ്സ്, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനം എന്താണ്? കിടന്നുറങ്ങാൻ ഒരു വീട്. നിങ്ങൾ പറയും വെള്ളാട് ചോറാണെന്ന്, ഞാൻ പറയും കിടന്നുറങ്ങാൻ ഒരു വീട്. കാരണം വീടില്ലെങ്കിൽ നമ്മൾ കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ മൂഞ്ചിപ്പോവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വീടുണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതുണ്ടാക്കാനുള്ള റീസൺസ് എല്ലാം നേരത്തെ ഞാൻ ഈ പെട്ടിക്ക് അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. ഈ അടുത്തൊന്നും ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. ഞാൻ കുറേ നേരം AFK ഇരുന്നായിരുന്നു. ഈ ആൻഫാമിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോയെന്നും കൂടെ നോക്കിയേക്കാം. ഇപ്പം കുറച്ചേ ഉള്ളൂ. ഞാൻ ഈ വീടുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കണ്ടോണം ഒരു കൊട്ടക്കണക്കിന് അതിനായിരിക്കും. എനിക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിക്കാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകണേ. ദൈവമേ, ഞാൻ എന്തായാലും എൻ്റെ ഈ വീട് കുത്തിയിരുന്നുണ്ടാക്കുന്ന ടൈം ലാപ്സ് കണ്ടിട്ടുവാ. ഓക്കെ, വീടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകം ഫുള്ള് പൊള്ളയാണ്. നമുക്കപ്പം ഇനി ജസ്റ്റ് ഫുള്ള് എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. വീട്ടിലാണ് ഒരു തുള്ളി വെളിച്ചില്ല. പാവങ്ങളുടെ വീട്ടിൽ വെളിച്ചില്ലാത്തത് കഷ്ടമാണ്. അതുകൊണ്ട് ഒരു ലാൻഡേൺ ഉണ്ടാക്കി അങ്ങോട്ട് തൂക്കിയേക്കാം. ലാൻഡേൺ ഉണ്ടാക്കാൻ ടോർച്ച് വേണം. എൻ്റെ ടോർച്ച് ഉണ്ടാക്കാൻ കോളില്ല. നമ്മൾ പാവപ്പെട്ടവരല്ലേ. അപ്പം നമുക്ക് നമ്മളുടെ പറമ്പിലെ ടോർച്ച് തന്നെ എടുത്ത് ഉണ്ടാക്കേണ്ടി വരും. ദാരിദ്ര്യം. ഇതിവിടെ അങ്ങോട്ട് തൂക്കാം. ഇപ്പം കണ്ട ഒരു പണക്കാരൻ്റെ വീടുകളിലുണ്ട്. പക്ഷെ നമ്മൾ വളരെ ഒരു പാവപ്പെട്ട ആളുകളാണ്. ഒരു നേരത്തിനുള്ള ഭക്ഷണം പോലും നമ്മുടെ കയ്യിലില്ല. അപ്പുറത്തെ വീട്ടിലെ ഒരു ചേട്ടൻ നട്ട് വെച്ചങ്ങനെ ക്യാരറ്റൊക്കെയാണ് ഞാൻ ഇപ്പോഴത്തെ തിന്നുന്നത് വരെ. അതുപോലും ഇല്ലെൻ്റെ ഐ ആം നൂപ്പ്. അല്ലല്ല, പുവർ. ഇവിടെ ഇരിക്കുന്ന സാധനം ഫുള്ള് എൻ്റെ വീട്ടിലോട്ട് കയറ്റിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കുറേ സാധനം കയറ്റാറുണ്ട്. ബ്രോ ജസ്റ്റ് ഞങ്ങൾ അറിയാത്ത മൈക്ക് പിടിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ അതൊക്കെ എന്താണ് പറയണ്ടേന്ന് പറയണത്? ആക്ടിങ് ഞാൻ പണ്ടേ പുലിയാ. ബ്രോ റെഡി അല്ലേ? അതെ, വേഗം തുടങ്ങാ. അപ്പൊ ക്യാമറ റോളിംഗ് ആക്ഷൻ. എന്റെ വീട്ടിലോട്ട് കയറാൻ നേരത്ത് ഡോറ്, പിന്നെ മറ്റേ പ്രഷർ പ്ലേറ്റ് എല്ലാം ഓട്ടോമാറ്റിക്. അത് വിട്ടുള്ള കളിയില്ല. പിന്നെ ഇവിടെ കുറെ മറ്റേ ഫർണസ്, പിന്നെ ഇവിടെ വെളിച്ചത്തിന് മറ്റേ ലാൻഡേൺ, പിന്നെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ചെസ്റ്റ് കൊണ്ട് നടക്കാൻ പാടില്ല. അത്രയ്ക്ക് സ്റ്റോറേജാണ്, അൺലിമിറ്റഡ്. ഇവിടെ പിന്നെ എനിക്ക് ഏത് പെട്ടിക്കകത്ത് വെക്കണമെന്ന് അറിയാൻ വല്ല സാധനമില്ല. അതിൻ്റെ അകത്ത് ഞാൻ കുത്തിത്തള്ളി വെക്കും. അതാണ് ഈ പെട്ടി. ഇത് ലാവയൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പെട്ടി. ഇത് പച്ച കളറുള്ള എല്ലായിടത്തും ഞാൻ ഈ പെട്ടിക്കെത്തും. അതാണ് ഈ പെട്ടി, പച്ചപ്പെട്ടി. ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് വുഡ്, ഇതിൻ്റെ അകത്ത് കല്ല്, ഇതിൻ്റെ അകത്ത് തിന്നാൻ പറ്റണ സാധനം, ഇതിൻ്റെ അകത്ത് ആയുധങ്ങൾ,
ഇതിൻ്റെ അകത്ത് ഈ സാധനമൊക്കെ മറ്റേ അയണും മറ്റേ സാധനമൊക്കെ ഇതിൻ്റെ അകത്താണ് എൻ്റെ സമ്പാദ്യം. ഇല്ലീഗലായിട്ട് ഞാൻ ഉണ്ടാക്കിയ പല വസ്തുക്കളും ഉണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ വീട് പണി ഫിനിഷ് ആകണമെങ്കിൽ എനിക്ക് കുറച്ച് ഗ്ലാസും കൂടെ വേണം. ഞാൻ എന്തായാലും കുറച്ച് ഗ്ലാസും കൂടെ ഒന്ന് അവിടെ പോയി എടുത്തിട്ട് വരാം. പിന്നെ നമുക്ക് മറ്റേ ട്രേഡിംഗ് ഹാൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പം തന്നെ കുറേ നേരമായി. എൻ്റെ ഡേ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 97 ഡേയ്സ്. ഇന്നെന്തായാലും ട്രേഡ് ഹാൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്നിരുന്ന് നമുക്ക് കുറച്ച് പൈസ സെറ്റ് ചെയ്ത് വെക്കാം. ട്രേഡ് ഹാൾ ഉണ്ടാക്കാൻ ബുക്ക് വാങ്ങാൻ കുറേ പൈസ വേണം. നമ്മൾ റിച്ച് ആകണം. പാവപ്പെട്ടവരായിട്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുള്ള പൈസ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ കുറേ വിൽക്കും വേണം. അയൺ വിൽക്കാൻ പറ്റിയ കുറേ വില്ലേജറിനെ അവിടെ റെഡിയാക്കി വെക്കും വേണം. എന്നാലേ നമുക്ക് കുറച്ച് അയൺ വിറ്റ് കുറച്ച് പൈസ ഉണ്ടാക്കി റിച്ച് ആകാം. ആ വില്ലേജറിനെ സെറ്റ് ചെയ്തൊന്നും ഫുള്ളും നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സാധനമൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യണം. നമുക്കൊരു സ്മെൽറ്റർ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. വെറുതെ ഈ ഒരു സ്റ്റാക്ക് ഈ സാധനത്തിന് വേണ്ടി ഒരു ബക്കറ്റ് ലാവ പോകേണ്ടി വരും. നമുക്ക് ഒരു ബക്കറ്റ് ലാവ വെച്ച് 100 ഐറ്റംസ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് വെറുതെ ഈ 64 സ്മെൽറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. സ്മെൽറ്റർ ഉണ്ടാക്കുവാണെങ്കിൽ ആ പ്രശ്നമില്ല. ഓക്കെ, സാൻഡ് കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സ്മെൽറ്റർ ഉണ്ടാക്കാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഫർണൈസ് ഫുള്ളും പറിച്ചുകൊണ്ട് പോകും. ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ സൂപ്പർ സ്മെൽറ്റർ ഈ സാധനത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കി വെക്കാം. അതാകുമ്പോൾ ഇപ്പം എനിക്ക് സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ ഫർണൈസും വെക്കാം. ഈ ബോൺവീൽ ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം എടുത്ത് വെച്ചാൽ മതി. അത് തന്നെ. ഞാനപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കട്ടെ, വർക്കാവുമെന്ന് നോക്കാം. അല്ല, ഇതിൻ്റെ അകത്ത് എത്രയാണ്? ഞാൻ കുറേ നേരമായി ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ട്. ഇത് കുറേ ഉണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഇത് കുറേ വിറ്റാൽ തന്നെ ഇന്ന് കുറേ എമറാൾഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വർക്കാവുമെന്ന് അറിയണം. ഇതിൻ്റെ അകത്ത് സാൻഡ് ഇട്ടാൽ വർക്കാവേണ്ടതാണ്. ഓക്കെ, വർക്കാവുന്നുണ്ട്. ഞാൻ കുറച്ച് ഗ്ലാസ് ഉണ്ടാക്കി അവിടെ വെക്കട്ടെ. എനിക്ക് മാക്സിമം ലെങ്ത് കുറയ്ക്കണ വേണ്ടി നിങ്ങളൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, അത് ഞാൻ വെച്ച് തീർത്തിട്ടുണ്ട്. ഇനിയിപ്പം മറ്റേ റിച്ച് ആകാൻ വില്ലേജറിന് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിടണം. അപ്പം ഞാൻ അത് ചെയ്തിട്ട് വരാം. ഞാൻ എന്തായാലും ഇവനെ ഒന്ന് ഡയമണ്ട് ആർമർ കിട്ടുന്ന ലെവലിലോട്ടാക്കാം. അപ്പം ഞാൻ എന്തായാലും എമറാൾഡും ഇങ്ങെടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ഡയമണ്ട് ആർമർ ഒപ്പിക്കുന്ന വിധത്തിലോട്ടാക്കട്ടെ. ഓക്കെ, അവൻ ഡയമണ്ട് ബൂട്ടൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഇൻവെൻറ്ററി നിറയും. ഓക്കെ, ഇവനിപ്പോൾ ഫുൾ ഡയമണ്ട് ആർമർ തരുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനം എന്തായാലും ഇത് മേടിച്ച് വെക്കണം. ഞാൻ എന്തായാലും മറ്റേ വില്ലേജേഴ്സിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനുള്ള പരിപാടി സെറ്റ് ചെയ്യാം. എൻ്റെ ഈ പിക്കാക്സ് ഇല്ലേ, അപ്പോൾ വീട്ടിൽ പറഞ്ഞെടുത്തിട്ട് വരാം. അല്ല, വീട്ടിൽ പോകുന്ന എന്തിനാ, ഇവിടെ ഉമ്മറിന്ന് മേടിച്ചാൽ പോരെ. ഡയമണ്ട് പിക്കാസ് അങ്ങ് മേടിച്ചേക്കാം. ഏറ്റവും വില കുറച്ച് തരുന്നത് 29, ഇവൻ 28, അതും വേണ്ട. ഇവൻ 20, അതും വേണ്ട. ഏറ്റവും വില കുറച്ച് ഏതാ? ഇവൻ 31, ഫോർച്യൂൺ 1. അതങ്ങ് മേടിച്ചാലോ? അതെ, ഫോർച്യൂൺ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് വാങ്ങാം. ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, അത്രയും വിലയ്ക്ക് ആ ഫോർച്യൂൺ 1 പിക്കാസ് എന്തിനാണ് മേടിച്ചു? ഒരു പൊട്ട പിക്കാസ് മേടിച്ചാൽ പോരാ ഞാൻ. ഓക്കെ, സ്ഥലം ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വില്ലേജേഴ്സിനെ പോയി എടുത്തുകൊണ്ട് വരാം. അപ്പം നിങ്ങൾ അത് കണ്ടോ. ഞാൻ വില്ലേജേഴ്സിനെ കൊണ്ടുവന്ന് തീർത്തില്ല. പക്ഷേ എൻ്റെ ഡേ അക്കൗണ്ട് നോക്കും 100 ദിവസമായി. എന്തായാലും ഞാൻ ബാക്കിയുള്ളവന്മാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുത്തി ഒരുത്തിനെ കൊണ്ടുവന്ന് കുറേ നേരം എടുത്ത് ഇവന്മാർ ഭയങ്കര മെനക്കേടാണ്. ദേ ചാടിപ്പോന്നു. എടാ അങ്ങോട്ട് കയറാ. എടാ ഇവന്മാരെ കൊണ്ട്. ഇവന് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ചാടിപ്പോകത്തില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ളവന്മാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. ഓക്കെ, കുറച്ച് നേരം എടുത്തു. ഞാൻ ബാക്കിയുള്ളവന്മാരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ച ബ്ലോക്ക് വെക്കാൻ മറന്നു. ഇനി ഇവനെ കയറ്റണമെന്ന് ഞാൻ ഇവനൊന്ന് കയറ്റിക്കോട്ടെ. കയറാ. ഈ ഉള്ള മൈൻകാട്ട് ഫുള്ളും ഞാൻ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നീ കയറാ. പുറത്തോട്ട് ഓടിപ്പോല്ലേ. അവത്തി കയറ്. ദീപനി എടാ കയറാ അങ്ങോട്ട്. എടാ ഇവന്മാരെ കൊണ്ട് ഒന്ന് കയറുക. എടാ മര്യാദക്ക് ഭാഗ്യം. റെയിൽ പൊട്ടിക്ക്, ബ്ലോക്ക് വെക്ക്. ഇനി സേഫ് അല്ലേ? ഇനി പൊട്ടിച്ച കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ അടുത്ത വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ പോക്കോ. എന്താണ് നോക്കുന്നത്? ഇപ്പം നിൻ്റെ കൂട്ടത്തിൽ വരുത്തുന്ന ഞാൻ തട്ടിയുള്ളൂ. ഒരു ദാക്ഷിന് വേണ്ടി ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. തട്ടിക്കളയും ഞാൻ. ഓക്കെ, ഞാൻ എല്ലാവർക്കും ഈ വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം ഞാൻ ഇത് തന്നെ ഇവനും കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും വീട്ടിൽ പോയി ഇതൊന്നും ഉണ്ടാക്കി ഇവിടെ കൊണ്ട് കൊടുത്ത് ഇവന്മാരെയൊക്കെ ഒന്ന് മാക്സ് ലെവലാക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനവിടെ വില്ലേജറിൻ്റെ പണി ചെയ്യുന്ന സമയം ഫുള്ളി വയൻ ഫാം വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്രയാണായി അതാണ് എനിക്കറിയേണ്ടത്. തുറക്ക്.
ഓ ഇത്രയായി. ഇതെന്തായാലും ഒരു 22, 23 സ്റ്റാക്കുണ്ട് ഇത് മൊത്തം. ഇതെല്ലാം കൊണ്ട് വിറ്റിട്ട് വേണം എനിക്ക് ഈ വേൾഡിലെ ഏറ്റവും വലിയ പണക്കാരനാകാൻ. ഇത്ര അയൺ വെച്ച് ഒരു സ്റ്റാക്ക് അല്ല 2 സ്റ്റാക്കും 39ഉം 2 ഇങ്കട്ടും ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം കൊണ്ട് വിൽക്കണേ ഇനി. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇനിയിപ്പോൾ ഇവന്മാരെന്തായാലും ഞാൻ മാക്സ് ലെവലാക്കി അയൺ വിൽക്കാൻ പറ്റുന്ന രീതിക്കാക്കട്ടെ. എൻ്റെ ഇരിക്കുന്ന ഈ എമറാൾഡും എടുത്ത്. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞു. ഞാൻ ഇവന്മാരെല്ലാവർക്കും അയൺ വിൽക്കാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. ഇവനും വിൽക്കും. ഇത്ര ഒന്ന് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഉള്ള എമറാൾഡ് ഫുള്ളും തീർന്നു. ഇനി എൻ്റെ 2 സ്റ്റാക്ക് എമറാൾഡേ ഉള്ളൂ. കൃത്യമായിട്ട് സ്റ്റാക്ക്, വേറെ പെട്ടിക്കകത്തൊന്നുമില്ല. പെട്ടിക്കകത്തേക്ക് ഈ ആക്സും ഈ കുറേ ചവറും കണ്ടോ, ഈ സാധനങ്ങൾ കുറേ മേടിക്കേണ്ടി വന്നു. അത് മാത്രമേ ഉള്ളൂ പെട്ടിക്കകത്ത്. ഞാൻ എന്തായാലും എൻ്റെ ഇരിക്കുന്ന ഈ അയൺ ഫുള്ള് എമർക്ക് വിറ്റ് എത്ര എമറാൾഡ് കിട്ടുമെന്ന് നോക്കാം. കുറച്ച് നേരം എടുക്കും ഇതെല്ലാം ഒന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി തന്നെ. എടുക്കട എമറാൾഡ്. ഓക്കെ, ഇനി ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി ഇതെടുക്കും. അപ്പോൾ ഇവന്മാർ ലോക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ലോക്ക് മാറാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെയും വിൽക്കണം, എമറാൾഡ് വാങ്ങണം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കുറേ നേരം കഴിഞ്ഞു. എൻ്റെ കയ്യിലിപ്പം എത്ര അയണുണ്ടെന്ന് കണ്ടോ നിങ്ങൾ? വെറും 53 അയണേ ഉള്ളൂ എൻ്റെ. വെറും 53. ബാക്കിയെല്ലാം ഞാൻ വിറ്റു. 53 അയണേ ഉള്ളെങ്കിലും പക്ഷെ എൻ്റെ കയ്യിൽ എമറാൾഡ് നോക്ക് എത്രയാണ്. 8 സ്റ്റാക്ക് അടുപ്പിച്ച എമറാൾഡുണ്ട് ഇപ്പം. എൻ്റെ റിച്ചായി. ഐ ആം സോ റിച്ച്. ഞാൻ കുറച്ചും കൂടെ അതിനടുത്ത് വിറ്റു. ഇപ്പം എൻ്റെ നോക്ക് 8 സ്റ്റാക്കും 8ഉം എത്ര ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എനിക്കൊരു ഡയമണ്ട് ആർമറും കൂടെ മേടിച്ചേക്കാം. ഓക്കെ, എൻ്റെ ഹാർഡ് കോർ സീരീസിലെ ഫസ്റ്റത്തെ ഡയമണ്ട് ആർമർ ഞാൻ മേടിക്കാൻ പോവാണ്. ഇതാ മേടിക്കാൻ പോകുന്നു. ഓക്കെ, ഈ ഫസ്റ്റ് തന്നെ ലെഗിൻസാണ് ഞാൻ മേടിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം ലെഗിൻസ് മേടിച്ചിട്ടുണ്ട്. അടുത്ത് അയ്യോ, ഞാൻ അറിയാതെ വീണ്ടും ലെഗിൻസ് തന്നെ മേടിച്ചാൽ കുഴപ്പമില്ല. ഇഷ്ടം പോലെ എമറാൾഡാണ്. ഐ ആം റിച്ച്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇനി ഒരു ഹെൽമെറ്റും ഇനി മറ്റേ നെഞ്ചത്തിരുന്ന ഒരെണ്ണം കൂടെ മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായി. ഓക്കെ, ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവന്മാരുടെ ഇന്നൊരു ആക്സും കൂടെ മേടിച്ചിട്ടുണ്ട് ഡയമണ്ടിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ എന്തായാലും ഞാൻ ആ ട്രേഡിംഗ് ഹാൾ, അതായത് ബുക്ക് ഒപ്പിക്കാനുള്ള ട്രേഡിംഗ് ഹാളിൻ്റെ പണി എന്തായാലും തുടങ്ങാം. അപ്പം നിങ്ങൾ പോയിട്ട് നാളെ വാ.